ഹായ് കൂട്ടുകാരെ, ഏവർക്കും സീറ്റ് ഹിന്ദിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 1 കുറച്ച് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് വർക്കുകളാണ്. അതായത് ഏതൊക്കെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റും, ഇതിലേതൊക്കെ വർക്കുകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള ഒരു ക്ലാസ്സാണ്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതും കേട്ടോ. ആ താഴെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ ശരി, നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഈ ഭാഗം ഒന്ന് നോക്കിക്കേ, ഒന്ന് വായിച്ച് നോക്കാം. ഈ ഭാഗം വായിച്ചിട്ട് താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യത്തിന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആദ്യത്തെ ചോദ്യം ഒന്ന് നോക്കാം. ബാലഗീത് പഠേ ഓർ അനുബന്ധ പ്രശ്നോക്കെ ഉത്തർ ലിഖേ. ബാലഗീത് പഠേ, ബാലഗീത് അല്ല, കുട്ടി കവിത തന്നിട്ടുണ്ട്, അതൊന്ന് നിങ്ങൾ വായിച്ചു നോക്കുക. ഓർ അനുബന്ധ പ്രശ്നമൊക്കെ ഉത്തർ ലിഖേ, ഓർ അനുബന്ധ പ്രശ്നമൊക്കെ ഉത്തർ ലിഖേ. താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യത്തിന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ബാലഗീതം ഒന്ന് നോക്കിയാലോ. ഓക്കെ. മേരി മാതാ പ്യാരി ഹേ, മുझको दूध पिलाती है, മേരി മാതാ പ്യാരി ഹേ, മീഠാ ഗീത് സുനാത്തി ഹേ. ഇതുപോലൊരു കവിത നമ്മൾ പഠിച്ചു. ഏതായിരുന്നു? പ്യാരിമാ അല്ലേ? പ്യാരിമാ എന്ന് പറയുന്ന കവിത പോലത്തെ അതേ കവിത തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കിക്കേ. മേരി മാതാ പ്യാരി ഹേ, മുझको दूध पिलाती है, മേരി മാതാ പ്യാരി ഹേ, മീഠാ ഗീത് സുനാത്തി ഹേ അല്ലേ? ഇനി അത് വായിച്ച് നോക്കിയിട്ട് താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യത്തിന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയോ. ബാലഗീത് കെ ലിയേ ഏക് ശീർഷക് ദേ. ബാലഗീത് കെ ലിയേ, ബാലഗീത് കെ ലിയേ എന്ന് വെച്ചാൽ എന്താ? ബാലഗീതത്തിന് വേണ്ടിയിട്ട് ഈ നമ്മൾ മേളിൽ തന്നിരിക്കുന്ന ആ കുട്ടിക്കവിതയ്ക്ക് ഒരു ശീർഷക് ദേ, ഏക് ശീർഷക് ദേ, ഒരു തലക്കെട്ട് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? എന്താണ്? കവിതയ്ക്ക് ഒരു പേര് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളൊന്ന് വായിച്ച് നോക്കി, എന്ത് പേരിടാൻ പറ്റും? മേരി മാതാ പ്യാരി ഹേ, മുझको दूध पिलाती है, മേരി മാതാ പ്യാരി ഹേ, മീഠാ ഗീത് സുനാത്തി ഹേ. ആരെക്കുറിച്ചുള്ള കവിതയാണ്? അമ്മയെക്കുറിച്ചിട്ടുള്ളതാണ് അല്ലേ? അപ്പോൾ എന്ത് ഹെഡിങ് കൊടുക്കാം? മേരി മാതാ, മേരി മാം എന്ന് കൊടുക്കാം, മേരി മാം എന്ന് ഹെഡിങ് കൊടുക്കാം, അല്ലെങ്കിൽ പ്യാരി മാ എന്ന് കൊടുക്കാം. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ? അപ്പോൾ ഏതെങ്കിലും ഹെഡിങ്, ഇത് രണ്ടിലേതെങ്കിലും ഒന്ന്. അമ്മയെക്കുറിച്ചുള്ളതായ കാരണം മാ എന്ന് കൊടുക്കാം അല്ലേ? മേരി മാ അല്ലേ, അങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ പ്യാരി മാ എന്ന് കൊടുക്കാം അല്ലേ? അപ്പോൾ ഇതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കും. ഇതുപോലെ കവിതകൾ തന്നിട്ട് അതിനൊരു തലക്കെട്ട് കൊടുക്കാനായിട്ട് പറയും. അപ്പോൾ അത് മനസ്സിലായല്ലോ. ആദ്യമേ തന്നെ നിങ്ങളിത് തനിയെ ചെയ്ത് നോക്കുക, എന്നിട്ട് മാത്രം എൻ്റെ ഈ ആൻസർ കേട്ട് നോക്കുക. ശരി, അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. സഹി മിലാൻ കർക്കെ ബാൽഗീത് കോ ആകെ ബഠായേ. സഹി മിലാൻ കർക്കെ, ശരിയായവ തമ്മിൽ യോജിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. താഴെ തന്നിട്ടുണ്ട്, 2 കോളങ്ങളിലായിട്ട് തന്നിട്ടുണ്ട്. കവിതയിലുള്ളതുണ്ട്, നമ്മൾ പഠിച്ചിട്ടുള്ളതുമുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങളിതൊന്ന് മാച്ച് ദ ഫോളോയിങ് ആണ്, അതായത് ചേരുംപടി ചേർക്കാനായിട്ട്. സഹി മിലാൻ കർക്കെ ബാലഗീത് കോ ആകെ ബഠായേ. നോക്കിക്കേ, ആദ്യം എന്താണ്? മേരി മാതാ, മേരി മാതാ. അതിന് ചേരുന്നത് ഇപ്പുറത്ത് തന്നിട്ടുണ്ട്. എന്താണ്? സുലാത്തി ഹേ, പ്യാരി ഹേ, പഹനാത്തി ഹേ, ഖിലാത്തി ഹേ. മേരി മാതാ കൈസി ഹേ? മേരി മാതാ പ്യാരി ഹേ. അപ്പോൾ പ്യാരിയിലോട്ട് വരയ്ക്കുക. അതുപോലെ സെക്കൻഡ് നോക്കിയേ. അച്ഛേ ഫൽ, അച്ഛേ ഫൽ. ഫൽ എന്ന് വെച്ചാൽ എന്താ? പഴങ്ങൾ. നല്ല പഴങ്ങൾ എന്ത് തരും? ഖിലാത്തി ഹേ, ഉറക്കുന്നു. അതാണോ? അല്ല. സ്നേഹമുള്ളത് ആണോ? അല്ല. പഹനാത്തി, പഹന അണിയിക്കുക അല്ല, ഇടിയിക്കുക, അതാണോ? അല്ല. അടുത്ത് നോക്കിയേ. ഖിലാത്തി ഹേ, തരും, വിളമ്പിത്തരും, കഴിപ്പിക്കും. അപ്പോൾ ഏതാണ്? അച്ഛേ ഫൽ ഖിലാത്തി ഹേ, കഴിപ്പിക്കും അല്ലേ? അടുത്ത് നോക്കിയേ. അപ്നെ സാത്ത്, അപ്നെ സാത്ത്, തൻ്റെ കൂടെ കിടത്തി എന്ത് ചെയ്യും? സുലാത്തി ഹേ. അപ്പോൾ അതിലോട്ട് വരയ്ക്കുക. എല്ലാവർക്കും ശരിയാണോ അത്? അടുത്ത് നോക്കൂ. അച്ഛേ കപ്പടേ, നല്ല വസ്ത്രം, എന്താണ് ചെയ്യുന്നത്? പഹനാത്തി ഹേ, ധരിപ്പിക്കും അല്ലേ? അപ്പോൾ ഇതാണ് മാച്ച് ദ ഫോളോയിങ്. അപ്പോൾ ഒന്നുകൂടെ നോക്കിയാൽ. മേരി മാതാ പ്യാരി ഹേ, അച്ഛേ ഫൽ ഖിലാത്തി ഹേ, അപ്നെ സാത്ത് സുലാത്തി ഹേ, അച്ഛേ കപ്പടേ പഹനാത്തി ഹേ. അപ്പോൾ ഇതെല്ലാം മനസ്സിലായല്ലോ. ഒന്നുകൂടി തനിയെ ചെയ്ത് നോക്കണം. ഈ വർക്കെല്ലാം നിങ്ങൾ തനിയെ ചെയ്ത് നോക്കുക, എന്നിട്ട് മാത്രം എൻ്റെ ആൻസറുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക, ശരിയാണോ എന്ന് നോക്കുക. ശരി മക്കളെ, നമുക്ക് സെക്കൻഡിലോട്ട് പോകാം, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം.
രണ്ടാമത്തെ ക്വസ്റ്റ്യത്തിൽ തന്നിരിക്കുന്നത് വാർത്താലാപ് പഠേ ഓർ അനുബന്ധ പ്രശ്നമൊക്കെ ഉത്തർ ലിഖേ. നമ്മൾ വാർത്താലാപ് പഠിച്ചിരുന്നു അല്ലേ മക്കളെ? വാർത്താലാപ് സീനയുടെ വാർത്താലാപ് നമ്മൾ പഠിച്ചു. അതിലെന്താണ്? അതിൽ നമ്മൾ പ്രൊഫൈൽ തയ്യാറാക്കാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇതുപോലത്തെ ഒരു പ്രൊഫൈൽ തയ്യാറാക്കാനാണ് ഇതിലും പറഞ്ഞിരിക്കുന്നത്. വാർത്താലാപ് പഠേ ഓർ അനുബന്ധ പ്രശ്നമൊക്കെ ഉത്തർ ലിഖേ. ഈ സംഭാഷണം വായിച്ച് നോക്കിയിട്ട് താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യത്തിന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാ നോക്കൂ, വാർത്താലാപ് ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ കേട്ടിരുന്നോണേ. ആസ്പത്താൽ എന്താ? ഹോസ്പിറ്റലിൽ. ഡോക്ടർ ചോദിക്കുകയാണ്, ക്യാ നാം ഹേ ബേട്ടി? എന്താ പേര് മോളെ? അപ്പോൾ പെൺകുട്ടി ലഡ്കി പറഞ്ഞു, എന്താണ്? നിത എന്നാണ് പേരെന്ന് പെൺകുട്ടി പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ചോദിക്കുകയാണ്, ആയു എന്താ നമ്മൾ പഠിച്ചത്? ഏജ് അല്ലേ, പ്രായം. അപ്പോൾ നിത പറയുകയാണ്, എന്താണ്? 10 വയസ്സ് അല്ലേ. ഡോക്ടർ കഹാം പഠിത്തി ഹോ? എവിടെയാ പഠിക്കുന്നതെന്ന് അല്ലേ? അപ്പോൾ എന്താണ് നിത പറഞ്ഞത്? സർക്കാരി UP സ്കൂൾ ഭൂതകുളം എന്ന് പറയുന്ന സർക്കാർ UP സ്കൂളിലാണ് പഠിക്കുന്നത്. 5वीं कक्षा में. ക്ലാസ് തന്നിട്ടുണ്ട് അല്ലേ? ഏതാണ്? 5वीं कक्षा में. അപ്പം നമുക്കിവിടെ പേര് കിട്ടിയിട്ടുണ്ട്, ക്ലാസ് കിട്ടിയിട്ടുണ്ട്, സ്കൂളുണ്ട്, വയസ്സുണ്ട്. അപ്പോൾ താഴെ തന്നിരിക്കുന്ന പ്രൊഫൈൽ നമുക്ക് ഫില്ല് ചെയ്യാം. റെഡിയല്ലേ? അപ്പോൾ നിങ്ങളൊന്ന് തനിയെ ഒന്ന് ഫില്ല് ചെയ്ത് നോക്കിക്കേ. നാം, ആ വാർത്താലാപം ഒന്ന് വായിച്ചു നോക്കിയേ. അവിടെ പേരെന്താ അവിടെ എഴുതണ്ടേ? ആരുടെ പ്രൊഫൈൽ തയ്യാറാക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഹെഡിങ് ഒന്ന് നോക്കിക്കേ. നിതാക്കി പ്രൊഫൈൽ തയ്യാർ കരേ. നിതയുടെ പ്രൊഫൈൽ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആരുടെ പേരെഴുതണം? നാമിൻ്റെ നേരെ ആരുടെ പേരെഴുതണം? നിതയുടെ പേരെഴുതണം അല്ലേ? അപ്പം നാം നിത. ഓക്കെ. കക്ഷ എന്തെഴുതും? കക്ഷ 5वीं അല്ലേ? അപ്പോൾ അവിടെ എന്തെഴുതണം? 5 എന്ന് എഴുതണം. സ്കൂൾ കാ നാം സർക്കാരി UP സ്കൂൾ എന്ന് എഴുതാനടുത്ത് എവിടെ എന്തെഴുതണം? സ്കൂളിൻ്റെ നേരെ സർക്കാരി UP സ്കൂൾ ഭൂതകുളം എന്ന് എഴുതണം. അടുത്തത് എന്താ? ആയു എന്താ? വയസ്സ്. എത്രയാണ് അവിടെ തന്നിരിക്കുന്നത്? 10. കണ്ടോ? ആയുവിൻ്റെ താഴെ തന്നിരിക്കണുണ്ടോ? 10. അപ്പോൾ അത് അവിടെ എഴുതുക. അപ്പോൾ ആരുടെ പ്രൊഫൈൽ റെഡിയായി? നിതാക്കി പ്രൊഫൈൽ റെഡിയായി. നിതയുടെ പ്രൊഫൈൽ തയ്യാറായി. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. ആദ്യം വാർത്താലാപ് വായിച്ചു നോക്കുക. ഇതുപോലെ വേറെ ഏതെങ്കിലും വാർത്താലാപോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൂചനയായിട്ടോ തരും. ഒരു ചെറിയ പാരഗ്രാഫ് തരും, ഇന്നയാളുടെ പേര്, ഇന്നയാളുടെ വയസ്സ്, കക്ഷ, സ്കൂളൊക്കെ തരും. എന്നിട്ട് നിങ്ങളോട് പറയും പ്രൊഫൈൽ തയ്യാറാക്കാൻ പറയും. അപ്പോൾ ഇതുപോലെ പ്രൊഫൈൽ തയ്യാറാക്കി നോക്കുക. കേട്ട് ശരിയല്ല മക്കളെ? അടുത്ത നോക്കിക്കേ. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോയാണ്. ഇതിൽ നിന്ന് ചോദിക്കാവുന്ന മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് നമ്മൾ പഠിച്ചത്. പഠേ ഓർ രംഗ് ഭരേ. വായിച്ചിട്ട് അല്ലേ എന്ത് ചെയ്യാനാ? കളർ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അവിടെ ഒന്ന് നോക്കിക്കേ. നമ്പർ വൈസ് തന്നിട്ടുണ്ട് അല്ലേ? 1 2 3 4 5 എന്ന് തന്നിട്ടുണ്ട്. അതിൽ ഓരോ കളേഴ്സിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. ഇതാ താഴെ തന്നിരിക്കുന്ന ചിത്രം കണ്ടോ? എന്താണ്? ഒരു അംബർലയുടെ ചിത്രമാണ്, ഒരു കുടയുടെ ചിത്രമാണ് അല്ലേ? കുടയ്ക്ക് ഓരോ പാർട്ടിലും ഓരോ നമ്പേഴ്സ് ഇട്ടിട്ടുണ്ട്. 1 2 3 4 5 അല്ലേ? 5 കളേഴ്സ് ഉണ്ട് അല്ലേ? 5 കളറുണ്ട്. അപ്പോൾ അത് നിങ്ങളവിടെ അടിക്കണം. ആ 1 നമ്പർ ഇട്ടെടുത്ത് എന്താ 1ൻ്റെ നേരെ തന്നിരിക്കുന്ന കളർ ഏതാ? പീലാരംഗ് ഏതാണെന്നാണ് നമ്മൾ പഠിച്ചത്? മഞ്ഞ അല്ലേ? അപ്പോൾ പീലയ്ക്ക് നേരെ മഞ്ഞ അടിക്കുക. രണ്ടാമത് എന്താ? ഹര എന്താ? പച്ച. അപ്പോൾ 2 എന്നുള്ള നമ്പറിൻ്റെ നേരെ പച്ച അടിക്കുക. 3 എന്താ കൊടുത്തിരിക്കുന്നത്? ലാൽ. 3 എന്താണ്? ലാൽ. അപ്പം 3ൻ്റെ നേരെ ലാൽ ചുമപ്പ് അടിച്ചു കൊടുക്കുക. 4ാമത്തത് നീല. അപ്പോൾ നീല കളർ അടിക്കുക. 5ാമത്തത് ഏതാ? കാല കറുത്ത നിറം അടിക്കുക. അപ്പോൾ നമ്മളുടെ കുടയുടെ കളറെല്ലാം അടിച്ചു കഴിഞ്ഞു. നമ്പർ അനുസരിച്ച് നമ്മൾ കുട ഫില്ല് ചെയ്തു അല്ലേ? അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് ഉണ്ടാവും. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ടൊക്കെ ചോദിക്കുന്നതാണ്. അപ്പോൾ കളേഴ്സ് എല്ലാവരും പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസാണ് ഈ അധ്യായത്തിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത് കേട്ടോ. അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ വർക്കുകൾ നിങ്ങൾ തനിയെ ചെയ്ത് നോക്കുക. അതിനുശേഷം ഞാൻ തന്ന ആൻസറുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ധന്യവാദ്.